വ്ളോഗർ റിഫ മെഹ്നുവിനെ അധികമാരും മറന്നു കാണില്ല. റിഫ പോയിട്ട് 3 വർഷങ്ങൾ പിന്നിട്ടു. 2022 മാർച്ച് 1 ദുബായിൽ വെച്ച് ദുരൂഹ സാഹചര്യത്തിൽ റിഫ മരണപ്പെടുന്നത്. അന്ന് മകൻ അസാനുവിന് വെറും 2 വയസ്സ് മാത്രമായിരുന്നു പ്രായമുണ്ടായിരുന്നത്. ഇക്കഴിഞ്ഞ ഏപ്രിലിൽ അവന് 5 വയസ്സായി. റിഫയില്ലാത്ത അസാനുവിൻ്റെ 3 വർഷങ്ങൾ, 3 പിറന്നാളുകൾ. എന്നാൽ ഒന്നും അറിയാതെ കളിച്ചും ചിരിച്ചും റിഫയുടെ സഹോദരനും ഉമ്മയോടും ഉപ്പയോടുമൊപ്പം സന്തോഷവാനായി തന്നെ അവൻ വളരുകയാണ്. അസാനുവിൻ്റെ എല്ലാ നല്ല നിമിഷങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ റിഫയുടെ കുടുംബം പങ്കുവെക്കാറുണ്ട്. അതോടൊപ്പം കഴിഞ്ഞ ദിവസമാണ് മെഹനാസിനും സെഫ മെഹ്നുവിനും മറ്റൊരു കുഞ്ഞ് ജനിച്ചത്. ആൺകുട്ടി തന്നെയാണത്. കുഞ്ഞിനെ താലോലിക്കുന്ന വീഡിയോകളും മറ്റും സോഷ്യൽ മീഡിയയിൽ മെഹനാസ് തന്നെയാണ് പോസ്റ്റ് ചെയ്തിരുന്നത്. മെഹനാസും സെഫയും തമ്മിലുള്ള വിവാഹത്തിന് ശേഷം ഒരുപാട് വിമർശനങ്ങൾ സെഫയ്ക്ക് നേരിടേണ്ടി വന്നിരുന്നുവെന്ന് മുമ്പൊരു ഇൻ്റർവ്യൂവിൽ ഇവർ പറഞ്ഞിട്ടുണ്ട്. അസാനുവിൻ്റെ ഇക്കഴിഞ്ഞ 5ാം പിറന്നാളിന് മെഹനാസും ഭാര്യ സെഫയും ആശംസകളും അറിയിക്കുകയുണ്ടായി. 2022 മാർച്ച് 1 റിഫ ദുബായിൽ വെച്ച് മരണപ്പെടുന്നത്. സുഹൃത്തുക്കളോടൊപ്പം പുറത്തുപോയി തിരിച്ചെത്തിയ ഭർത്താവ് മെഹനുവാണ് ആദ്യമായി കണ്ടത്. തുടർന്ന് പിന്നീട് നാട്ടിലെത്തിക്കുകയായിരുന്നു. റിഫ മരിക്കുമ്പോൾ 21 വയസ്സായിരുന്നു പ്രായം. ദുബായിലെ കറാമയിലുള്ള ഒരു പർദ്ദക്കടയിൽ ജോലി കിട്ടിയപ്പോൾ റിഫ മകൻ അസാനുവിനെ ഉമ്മയെയും ഉപ്പയെയും നാട്ടിൽ ഏൽപ്പിച്ചു. മരണപ്പെട്ട ദിവസം രാത്രിയും ഉമ്മയെയും ഉപ്പയെയും പൊന്നുമകൻ അസാനുവിനോടും ഫോണിൽ അവൾ സംസാരിച്ചിരുന്നു. അന്ന് മകനെ വിട്ടുപിരിഞ്ഞിട്ട് 1 മാസമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ഒരുപക്ഷെ അവനിപ്പോഴും അറിയുമായിരിക്കില്ല അവൻ്റെ ഉമ്മയ്ക്ക് എന്തു പറ്റി എന്നുള്ള കാര്യം. ഒന്നും അറിയിക്കാതെ അവൻ അവൻ്റെ ലോകത്തിൽ സന്തോഷവാനായി തന്നെ തുടരുന്നു. അവളുടെ നഷ്ടത്തിൻ്റെ വേദന കുടുംബാംഗങ്ങൾക്ക് ഇപ്പോഴും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. കുടുംബത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെയായിരിക്കാം അവൾ ഒരുപക്ഷെ ദുബായിലേക്ക് കടന്നത്.